നാട്ടുക്ക് നല്ലത് പെണ്ണ്. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ശിവാജി ദ ബോസ് മൂവിയാണ്. നമുക്കറിയാം നമ്മുടെ സ്വന്തം രജനി സർ, ഷിയ ശരൺ, വിവേക്, മണിവണ്ണൻ, സുമൻ, അങ്ങനെയുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് ശരിക്കും ഇതിനകത്തുണ്ട്. ശരി, സ്റ്റാർ കാസ്റ്റ് ഇതിനകത്തുണ്ടെന്ന് വേണമെങ്കിലും പറയാം. ശരിക്കും ഈ ഒരു മൂവി ലൈക്ക് അറ്റ് ദാറ്റ് ടൈം ഐ ഹാവ് വാച്ച്ഡ് ലൈക്ക് എൻ നമ്പർ ഓഫ് ടൈംസ് ഇതിലെ സോങ്സ്. പക്ഷേ ഈ മൂവി വാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് ലോട്ട്സ് ഓഫ് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു 90s ചങ്സ് ചാനലില്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് രജനി സർ, ശങ്കർ സർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. 2007 ഈ പടം റിലീസ് ചെയ്തത്. ആ സമയത്ത് ബിഗ്ഗസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം എ.ആർ. റഹ്മാൻ സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടുകളൊക്കെ അല്ലെ പറഞ്ഞ പോലെ തന്നെ പാട്ടുകളൊക്കെ ലൈക്ക് അതാണ് ഈ ഒരു മൂവി കാണാത്തവര് പക്ഷെ ഡെഫിനറ്റ്ലി ഇതിനകത്തെ മറ്റേ പാട്ടുകൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം അത്ര എന്റർടൈനിങ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ രജനി സാർ, ശ്രിയ ശരൺ രണ്ടുപേരുടെയും കോംബോ ഫസ്റ്റ് നമ്മൾ കാണാതെ കേൾക്കുമ്പോ ഇവർക്ക് എങ്ങനെ കോംബോ ആകാൻ പറ്റും എന്നുള്ളത്. പക്ഷെ സോങ്ങിൽ തന്നെ കാണുമ്പോൾ വി വിൽ ലൈക്ക് ഇറ്റ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോ ശങ്കർ സാർ ആ ഒരു ഓരോ ആംഗിൾസ് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് രീതിയിലാണ് സോങ്ങില്. ഇനിയിപ്പോ എങ്ങനെയാണ് മൂവിയിലുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ പടത്തിന്റെ വേറെ കാര്യം പറയട്ടെ, നമ്മൾ നോക്കിയ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് കോ റിട്ടൺ ബൈ സുജാത എന്നിട്ട് അവരുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്ത സമയത്ത് നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ KV ആനന്ദ് സാറാണ് ഇതിന്റെ സിനിമോട്ടോഗ്രാഫിയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫെമിലിയർ എന്താണെന്ന് വെച്ചാൽ മലയാള സിനിമയിലെ കുറെ വർക്ക് ചെയ്ത ആൾ കൂടിയാണ്. പിന്നീട് ഡയറക്ടറുമായി അദ്ദേഹം സ്വന്തമായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ട് സൂര്യ സാറിന്റെ ഒക്കെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അടുത്തല്ല ഫസ്റ്റ് സീൻ തൊട്ടിട്ട് നേരെ തുടങ്ങാം. റെഡി? ഇതൊരു ഗൂസ്ബംസ് സാധനം തന്നെയാണ്. എന്താ പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും റീമേഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഡബ് വേർഷൻ ഹിന്ദിയിലും തെലുങ്കിലൊക്കെ ഉണ്ട് അല്ലേ? ഹിന്ദിയിലെങ്കിലും ഇതേ പേര് തന്നെയാണ്. മ്യൂസിക് നന്നായിട്ട് കേട്ട് പരിചയമുണ്ട്. എനിക്കൊന്ന് കുറെ സ്ഥലത്ത് ഉപയോഗിച്ചു. പിന്നെ ആ പറയുന്ന രസല്ലേ കാണിക്കുന്നതാണെങ്കിൽ പല മോഡലാ പറയുന്നത്. അതിലൊരു ക്ലാസിക് സാധനമുണ്ട്. ശിവാജി ആ എഴുതിയ സ്റ്റൈൽ ഉണ്ടോ? ഒരു പഴയ മൂവി സ്റ്റൈലാക്കി. ശിവാജി ദ ബോസ്. ഇത് നമ്മളുടെ മുതൽവനിലെ ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയല്ലേ? എവിടെയോ അല്ലേ? ഷെയ്ഡ് കുറവാണല്ലോ. സോ ഇത് ഒരു ഗ്രേ ഷെയ്ഡ് അല്ലേ? ഫസ്റ്റ് തന്നെ പോലീസ് ഒരു വേറൊരു ഇതാ കാണിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച കളർ അല്ല ഫസ്റ്റ്. ബിക്കോസ് ഐ എക്സ്പെക്ടഡ് ലൈക്ക് കളർ ആ ഒരു ബീജിയം ഒക്കെ തുടങ്ങിയിട്ടല്ലേ? பத்திரிகைக்காரங்கெல்லாம் இருக்காங்க. உங்க போட்டோ இப்படி பத்திரிகையில வந்தா தமிழ்நாடே கொந்தளிக்கும். ஃபேஸை கவர் பண்ணணும். പറയുന്നുണ്ടായിരുന്നു ഫേസ് കവർ பண்ணணும். ശിവാജി ഫസ്റ്റ് അറസീന. വൈ ആ ഒരു മറ്റേത് കാണിച്ചൊന്നല്ലായിരുന്നില്ലേ? പക്ഷെ ആൾക്കാരൊക്കെ കാണിച്ചില്ല. അതല്ല പറഞ്ഞത്, ഫേസ് അങ്ങനെ കാണിച്ചിട്ട് വലിയ പ്രശ്നവും. ഓ ആളുകൾ അവിടെ ലീഡറാണ്. മറ്റേ നമ്മുടെ രമണയിലൊക്കെ സീൻ പോലത്തെ സീൻ അല്ലേ കണ്ടിരുന്ന? 46,000 கோடி ரூபாய் மோசடி பண்ணிருக்காங்க. ഓ രണ്ട് രീതിയിൽ പറയുന്നുണ്ടല്ലോ. ശങ്കർ രണ്ട് ഭാഗല്ലേ? He will be always villain role.
அவங்க ஜெயிலே போட்டு தள்ளணும், வெளியிலே விடக்கூடாது. அவர் மேல ஒரு கீரை விழுந்துச்சு, மகனை தள்ளன பத்திரிக்கையாமா. சிவாஜி அப்பா பேரு ஆறுமுகம். ஆறுமுகம். இல்லப்பா, மர்டர் கேஸா? ஃபைனான்ஸ் கம்பெனி எதுவும் நடத்தினியா? இல்ல செக்ஸ் படம் எடுத்து நெட்ல விட்டியா? இல்ல. இன்னும் என்னதான் தப்பு பண்ண? ഓ ഓ ഇപ്പഴാണോ ഫീസ് കാണിക്കുന്നത്? நாட்டுக்கு நல்லது பண்ண. നാട്ടിക്ക് നല്ലത്. അണ്ണ ഇന്റർനാഷണൽ ടെർമിനൽ. അത് ഇനി മറ്റേതാണോ? വേറെ സീനുണ്ടോ അത് കാണിച്ചത്? അത് കഴിഞ്ഞ അവിടെ മറ്റേതുപോലെ മറ്റേ സിനിമയിൽ അതേപോലെ തന്നെ ഏകദേശം കാണിച്ചത്. எங்க பையன் சிவாஜி அமெரிக்கால இருந்து வரான். ஓகே ஓகே. வர மாட்டீங்க, நம்ம சிவாஜினோட வந்துருவீங்களே. ஹாய் அக்கா. ஹாய் மாமா. They are the producers of Shivaji. அப்பா அம்மா. വിവേകിന്റെ കോമഡി. சிவாஜியோட அப்பா அம்மாவுக்கே இந்த மவுஸ்னா சிவாஜி வந்தா സ്റ്റൈൽ സ്റ്റൈൽ അമേരിക്കൻ സ്റ്റൈല് കാണിക്കാൻ പറ്റുന്നത്. എവിടെയോ കണ്ട മാതിരി. എവിടെയോ എങ്കയോ പാത്ത മാതിരിയല്ലേ? ഇദ്ദേഹം കുറെ കാണിച്ച സംഭവമാണ് അതൊക്കെ. மாமா எப்படிடா இருக்க? அங்கிளா? நான் உனக்கு மாமாவா? இது உனக்கே கொஞ்சம் அநியாயமா படல? ஓ, அம்மாவோட தம்பிய மாமான்னு கூப்பிடாம அத்தையா நான் கூப்பிடுறேன். ഓ അമ്മന്നെ ചെറുതാണ് പക്ഷെ അനിയന്ന്. அக்கா உனக்கு வந்தோடனே கல்யாணத்தை படம்னு சொன்னாங்க, அதான் கூப்பிட்டு வந்தேன். இதுல உனக்கு யாரை பிடிச்சிருக்குன்னு சொன்னீங்கன்னா உடனே ஏற்பாடு. பாத்தியா பாத்தியா, நீ இப்ப மாமா தானே? எப்படி பூசிக்குது? மாமா இந்தியா ரொம்ப முன்னேறிச்சு. இந்த இவ்வளவு தூரம் உலகம் வந்து ரொம்ப தேங்க்ஸ். யூனிக் பாட்டில் அரேஞ்ச் பண்ணிருக்கீங்களா? ഭയങ്കര റിച്ച് ആണ് ആള്. சிவாஜி, நீ அமெரிக்கால என்ன வேலை பார்க்க? யாராவது கேட்டா சொல்ல தெரியலப்பா. சாஃப்ட்வேர் சிஸ்டம் ஆர்கிடெக்ட். தமிழ்ல சொல்லுப்பா. மென்பொருள் அமைப்பு கட்டுமானம். இப்ப மட்டும் புரியுதா? கம்ப்யூட்டர் இன்ஜினியர். മലയാളത്തിൽ പോയി തമിഴില് പറയുന്നുണ്ടായിരുന്നോ? Is this Chennai? சிங்கார சென்னைப்பா. என்னங்க லீவிஸ் பேண்ட்ல இருந்து ரோலக்ஸ் வாட்ச் வரைக்கும் அங்க உள்ள அத்தனை வந்தாச்சு. ആ സമയത്ത് തന്നെ ഇതിന് മാത്രം മാറ്റം വന്നില്ല എന്ന് കാണിച്ചത്. ഓ അവിടെ മറ്റേത് കാണിച്ചോട്ടോ, ശിവാജി ഇല്ലം. ഇല്ല. ഓ வீடு വീടാ കൊട്ടാരോ? இனிமே இங்கதாப்பா. பணக்காரனுக்கு மேலும் பணம் பண்ண சாஃப்ட்வேர் எடுத்து நிறைய சம்பாதிச்சிட்டேன். சம்பாதிச்ச பணத்தை எல்லாம் நல்ல காரியத்துக்கு செலவு பண்ண போறேன். ഓ சிவாஜி என்ன ஒரு 250 கோடி தெரியுமா? ஒரு 10 நாள் குறைச்சு. അത്രയുണ്ട്. സുമൻ ഇങ്ങനെ ആയിരിക്കും വില്ലൻ അല്ലേ? ചിരി തന്നെ ഇല്ലേ? ഇതാണ് ഈ ഒരു സ്റ്റൈൽ പടത്തിന്റെ പ്രത്യേകത. എല്ലാം നമുക്ക് മനസ്സിലാക്കി തരും ഫസ്റ്റ് തന്നെ അല്ലേ? சிவாஜி இவர்தான் the great ஆதிசேஷன். வணக்கம். தமிழ்நாட்டுல கல்வி நிறுவனங்கள், ஆஸ்பத்திரி, இண்டஸ்ட்ரின்னு விசிட்டிங் கார்டே ஒரு மெனு கார்டு சேல்ஸ்க்கு அடிக்கிற அளவுக்கு மிகப்பெரிய தொழிலதிபர். இங்க இவர் விருப்பப்படிதான் அரசியலே நடக்கும். தம்பி மிகையா சொல்றாரு. நான் ஒரு கடைநிலை ஊழியர், அவ்வளவுதான். ചിരി ഉണ്ടായിരുന്ന? நான் பிறந்தது ஒரு ஏழை விவசாய குடும்பத்தில் தான். எங்க அப்பா அம்மா என்னை படிக்க வைக்கிறதுக்கு ரொம்ப கஷ்டப்பட்டாங்க. ஸ்காலர்ஷிப் தான் படிச்சு அமெரிக்கா போய் இன்னைக்கு இந்த நிலைமை கொண்டிருக்கேன். நான் பிறந்த மண்ணுக்கு ஏதாவது செய்யணும்னு இருந்தேன். நம்ம நாட்டுல ஒருமை இன்னும் ஒழியல. நல்ல கல்வியாளர்தான் ஒருமையை ஒழிக்க முடியும். அதனால சிவாஜி யூனிவர்சிட்டி ஆரம்பிச்சு எல்கேஜில இருந்து பிஹெச்டி வரைக்கும், ஆர்ட்ஸ்ல இருந்து மெடிக்கல் வரைக்கும் எல்லாருக்கும் இலவசமா கல்வி கொடுக்கும். ഓ ഫ്രീ. ஹாஸ்பிட்டல்ஸ் ஆரம்பிச்சு அதுல இஎன்டில இருந்து ஓபன் ஹார்ட் சர்ஜரி வரைக்கும் எல்லாருக்குமே மேல்நாட்டு தரத்துல இலவசமா ட்ரீட்மெண்ட் கொடுக்கும். എല്ലാം ഫ്രീ. അതാണ് പറഞ്ഞ നല്ലത് ചെയ്തു. வெற்றிகரமா ஆரம்பிக்கிறதுக்கு உங்க எல்லாருடைய ஒத்துழைப்பு தேவை.
മെയിനായിട്ട് எஜுகேஷனும் மெடிக்கல். அப்ப நான் கிளம்புறேன். எங்க அழைப்பு மதிச்சு நீங்க வந்ததுக்கு ரொம்ப நன்றி. ரொம்ப நல்ல விஷயம். உங்களுக்கு என்ன உதவி வேணாலும் நான் பண்றேன். நீங்க எப்ப வேணாலும் என்ன வந்து பார்க்கலாம். நன்றி. ഓ മോനെ അവിടെ തന്നെ ചേഞ്ച് ആയി. എക്സ്പ്രഷൻ മാറിയിട്ടുണ്ടായിരുന്നു ചിരിച്ചിട്ട് പെട്ടെന്ന്. Hi, Viju. Come on, start ya. ഓ ഇതും ഭയങ്കര മോഡേൺ ആയി ഇവിടെ, മനസ്സിലായോ? അതാ കാണിച്ചത്. ஏய் மாமா என்னடா இதெல்லாம்? Girls like catalog. It's perfect. Select பண்ணு, connect பண்ணிடுறேன். மாமா அங்க ப்ரூவ் பண்ணிட்டேன். அம்மா. என்ன எப்படி கூப்பிடுறோம்? அம்மா தம்பி கூப்பிடு. ட்ரை பண்ணு. അമ്മ തമ്പിക്കോ பேர் முன்சாஷி. குஜாபியா. ஆமா, போன மாசம் தான் ஆபரேஷன் பண்ணி பொண்ணா மாறினான். உனக்கு ஏத்த மாதிரி பேசணும்னு பொண்ணு நிறைய பேர் வந்திருக்காங்க. இதுல யாரும் ஒரு பிடிச்சுன்னு சொல்லிப்பா, உடனே கல்யாணத்தை முடிச்சிடலாம். அம்மா, எனக்கு தேவை தமிழ் கலாச்சாரத்தோட ஒரு பொண்ணு. ഓ என்னை பிடிச்சு உனக்குனா நல்லா தமிழ் பேசுப்பா. மூச்சுல பாட்டுல தாலாட்டுல பண்பாட்டுல எல்லாத்துலயும் தமிழ் தொட்ட பொண்ணு. தமிழ் தொட்ட பெண். நீ ஒரு கோட் ஷூட் பண்ற வயிறுமுத்து உனக்கு கல்யாணமே நடக்காது. വൈരമത്തത്. யார் இது? Change the music here. Which number you want me to play, sir? எனக்கு நம்ம ஒரு பாட்டு கேட்கணும். உஷியா ஒரு தமிழ் பாட்டு, துளதா ஒரு தமிழ் டான்ஸ், முடியுமா? ഓ ഇത് ഇതിനൊക്കെ പാട്ടാ? ഇത് ചന്ദ്രമുഖിയിലെ പാട്ടില്ലേ? ചന്ദ്രമുഖിയാന്ന് വിചാരിക്കും പെട്ടെന്ന്. പ്രത്യേകിച്ച് നയൻതാര എസ്പിബി സർ ഒരു എനർജിയിലൊക്കെ പാടിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ പറഞ്ഞേ. ധാവണി പെൺകളല്ലേ? സംഭവം പൊളി അല്ലെ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് സീനിൽ തന്നെ ആരാണ് നായകൻ ആരാണ് വില്ലൻ എക്സാക്ട്ലി ദേ ഹാവ് ഷോൺ. അതാണ്, അതായത് മെയിൻ ആയിട്ട് അത് ശങ്കർ സാറിന്റെ മൂവിയിൽ ഒരു പ്രത്യേകതയായിട്ട്, അതായത് ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കും എപ്പോഴും വില്ലൻ. അതും ആ ഒരു കാണിക്കുന്ന രീതിയിൽ നമുക്ക് കുറെ ആ ഒരു ജസ്റ്റേഴ്സും എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ മനസ്സിലായി ഇതാണ് വില്ലൻ. പ്രത്യേകിച്ച് ആ ഇൻട്രോയിൽ തന്നെ ഏകദേശം കാണിച്ചു തന്ന ആ ഒരു ചിരി അല്ലെ, ഒരു കള്ള ചിരി ഉണ്ട് ഭയങ്കരമായിട്ട്. ആൻഡ് ഓൾ ദ ഇഷ്യൂസ് എന്താണ് ആക്ച്വലി നടന്നത്, അത് അവിടെ ആ ഒരു സംഭവം, അതായത് അദ്ദേഹം വരുന്നു, ഈ വാണ്ട് ടു ഡു ഗുഡ് തിങ്സ്, അപ്പൊ അതുകൊണ്ടിട്ട് ലൈക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ മെഡിക്കൽ, എല്ലാം ഫ്രീ. അപ്പൊ എനിക്ക് തോന്നുന്നത് ദിസ് ഗൈ വുഡ് ഹാവ് ഡൺ സംതിങ്, അങ്ങനെയാണ് ആയിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ ആ ഒരു സീൻ കാണിച്ചത് ഏകദേശം ഇതുമായിട്ട് നല്ലോണം കണക്ട് ആവുന്നുണ്ട്. കാരണം അവിടെ ജയിലിൽ പറയുന്നുണ്ട് ഞാൻ നല്ലത് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണത്, അപ്പൊ നല്ലത് ചെയ്തെന്നുള്ള ഈ സാധനം തന്നെ ആയിരിക്കണം അല്ലെ. പക്ഷെ ഇതിന്റെ എന്താണ് ഇനി കണക്ട് ആവുന്നുള്ള സംഭവമാണ്. അതെങ്ങനെ നല്ലത് ചെയ്ത ആളെങ്ങനെയാണ് ഇത്രയും, അതായത് സ്കാം എന്ന് പറഞ്ഞിട്ട് അകത്തിട്ടേക്കുന്നത് അത് ഇത്ര 46,000 വലിയാണ്. ഇറ്റ്സ് എ പ്യോർ ചീറ്റിംഗ്. പക്ഷെ ഹൗ എങ്ങനെ നടന്നു എന്നുള്ളത് നമുക്ക് എന്തായാലും എടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് സീനിൽ തന്നെ എല്ലാരും കാണിച്ചു. യെസ്, ആ ഒരു ഇംപ്രസിംഗ് ആയിട്ടുള്ള സാധനം, പ്രത്യേകിച്ച് വിവേകിന്റെ ആ ഒരു കോമഡി സംഭവങ്ങളും നല്ല രസത്തില്. എക്സെപ്റ്റ് ശ്രീയേഷന് വന്നില്ല. പക്ഷെ വിവേകിന്റെ ആ ഒരു നമ്മളില്ലേ വിവേക് രജനി സാറിന്റെ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. ആ ഒരു ഡയലോഗ് ഏകദേശം എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദാറ്റ് കോംബോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അത്രയും ക്ലോസ് റിലേഷൻ ആണ്, ഫാമിലിയാണ്, ഫാമിലി മെമ്പർ തന്നെയാണ്. അനിയൻ, അതും കുറച്ച് ഇളയ അനിയനാണ്. അതാണ് മാമാന്ന് വിളിക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല, കാരണം ആ ഒരു പ്രായത്തിന്റെ ഒരു ഇതുള്ളത് തൊട്ടിട്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കോമ്പിനേഷൻ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അത് ഫസ്റ്റ് മുതൽ നമ്മളത് കാണിച്ചു തന്നിട്ടുണ്ട്, അവർ ഭയങ്കര ക്ലോസ് ആണെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഫാമിലി, പക്ഷെ ആൾക്ക് വേണ്ടത് ഒരു ട്രഡീഷണൽ ഗേൾ അവിടെയായിരിക്കും ചിലപ്പോൾ ശ്രീയേശ്വരൻ ട്രഡീഷണൽ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ യൂഷ്വലി ലൈക്ക് ഷീൽ ബി ഇൻ മോഡേൺ ഡ്രസ് റൈറ്റ്. മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ കുറച്ചൊരു മോഡേൺ ആയിട്ടായിരിക്കും ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു സോങ്ങിലും പക്ഷെ ട്രഡീഷണൽ ആയിട്ട് നമ്മളെ അന്യൻ മൂവിന്റെ ട്രഡീഷണൽ അല്ലേ. അന്യനില് ശ്രീയേശ്വരനാണോ? അല്ലല്ല, അന്യനില് ശ്രീയേശ്വരനാണോ? ആണോ? അതിനകത്ത് ശ്രീയേശ്വരൻ അല്ല. അപ്പൊ എന്താ പറയാ, പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ശ്രീയേശ്വരന്റെ മൂവിയിലൊക്കെ കുറച്ചൊരു മോഡേൺ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അധികം കണ്ടിട്ടുമില്ല, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും നമുക്ക് കാണാം അടുത്ത സീനില്. അതുപോലെ തന്നെ ആ സോങ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം വെച്ചാൽ അതിന്റെ ആ ഒരു ലിറിക്സിന്റെ മീനിങ് ആയാലും, പിന്നെ അതുപോലെ തന്നെ ആ ഒരു കമ്പോസിഷൻ ഇല്ലേ, അത് ഒരു വെസ്റ്റേൺ ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് കമ്പോസിഷൻ
കോമ്പിനേഷൻ ഉള്ളത്. കാരണം ഫീമെയിൽ വോയിസിൽ നാടനും ഉണ്ട്, കുറച്ചൊരു മോഡേൺ സ്റ്റൈലിൽ പാടാൻ നോക്കുന്നുണ്ട്. ആ ഒരു മിക്സ് ചെയ്തിട്ടാണ് സംഭവം കൊടുത്തിരിക്കുന്നത്. മിക്സ് ആണ് അത്, കുറെ കൂടി ഒരു നാടൻ രീതിയിലാണ് നമുക്ക് എന്തോ മോഡേൺ എന്ന് തോന്നിപ്പിക്കെങ്കിലും നാടനിലാണ് ഏകദേശം ഒരു പാടൻ ഫീമെയിൽ ആ ഒരു പൊസിഷൻ. പക്ഷെ ശരിക്കും കാണുന്ന സമയത്ത് ഐ ഫെൽറ്റ് ഇറ്റ് ദിസ് മൂവി, ദിസ് സോങ് ഇസ് ഫ്രം ചന്ദ്രമുഖി. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഈ സോങ് കാണുന്ന സമയത്ത്. കാരണം എന്താ പറയാ, അതുപോലെ ഉണ്ട്. പക്ഷെ നയൻതാര ഇസ് ഡിഫറെന്റ്. അതിനകത്ത് നയൻതാര അല്ല, ഇതിനകത്ത് നയൻതാര. പക്ഷെ എന്നാലും നമുക്ക് ഇത് കാണുമ്പോൾ നയൻതാരയാണോ ഇതിനകത്ത് നായിക എന്നൊക്കെ തോന്നി. പിന്നെ തോന്നുന്നു SPB സാർ ഒരു രക്ഷയില്ലാണ്ട് അവർ എനർജറ്റിക് ആയിട്ടില്ലേ. അത് രജനി സാറിന്റെ പാട്ട് വരുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കര എനർജി ആയിരിക്കും. ആ ഒരു ഫാസ്റ്റ് നമ്പർ പാടുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിന്റെ ഇടയ്ക്ക് ഒരു ശ്വാസമൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടുള്ള സാധനമൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് രജനി സാറിന്റെ ഇപ്പോഴത്തെ ലുക്കാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഇത്രയും വർഷം മുന്നുള്ള മൂവി എത്ര 2007 മൂവിയാണ്. 2007 വെച്ച് നോക്കുമ്പോഴെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആണ്. ഹീസ് ആക്ച്വലി യങ് അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ഇപ്പോഴാണ് ഹീസ് മോർ യങ് അല്ലേ. ഐ എം ഫീലിംഗ് ലൈക്ക് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലുക്ക് കുറച്ചും കൂടി ഒരു യങ്ങർ ആയിട്ട് തോന്നുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന് അഭിനയിക്കാം ശ്രീയേശ്വരന്റെ കൂടെ ആണെങ്കിൽ. അതുകൊണ്ടല്ലേ നമ്മളെ റോബോക്ക് വന്ന സമയത്ത് he'll gel with any actress. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത്. എന്തായാലും അടുത്ത സീനിൽ കാണാം.